സക്കീറെ, നമ്മൾ ഇന്ന് വിനോദയാത്ര എവിടെയാ പോകുന്നത്? ഇന്ന് രാത്രി നമ്മള് സ്ഥലം പറയല്ലേ, അത് സ്ഥലം കാണട്ടെ, അത് നമുക്ക് ചെയ്യാം. സ്ഥലം പറയുന്ന കാര്യം ചേച്ചി അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാം നമ്മൾ പോകുന്ന സ്ഥലം. ഇന്നിപ്പൊ എല്ലാരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടത്തില്. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ അച്ഛന്റെ വണ്ടി ഇന്ന് വരും. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു ഡ്രൈവർ ആണെങ്കിൽ ഓടുന്ന വാഹനത്തിന്റെ പേരും കൂടെ കമന്റ് ആയിട്ട് ഇടുക. ഡ്രൈവർമാരുടെ വിശേഷങ്ങളും ഓട്ടോറിക്ഷ വിശേഷങ്ങളുമാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മൾ ഇട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ തന്നെയാണ് നമ്മുടെ വണ്ടി വരുന്നത്. എല്ലാ മെമ്പർമാരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഏകദേശം എത്തിയിട്ടുണ്ട്. ഇപ്പം എല്ലാ വർഷവും വിളിക്കുന്ന വണ്ടി തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ട്രാവലർ ഇവിടുന്ന് ഇറങ്ങുന്നത്. വണ്ടി പറഞ്ഞതുപോലെ കറക്റ്റ് സമയത്ത് തന്നെ വണ്ടി എത്തിയിട്ടുണ്ട്. കുറച്ച് മെമ്പർമാരും കൂടെ വന്നാൽ നമുക്ക് വണ്ടി വിട്ട് ഇവിടുന്ന് പോകാം. ഓരോ മെമ്പർമാരും നമ്മുടെ വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. തൗഫീക്ക് വരുന്നു, ഇസാഖ് വരുന്നു, അൻഷാദ് വരുന്നു, സക്കീർ വരുന്നു. അങ്ങനെ ഏകദേശം എല്ലാവരും കയറി കഴിഞ്ഞിട്ടുണ്ട്. നേരെ പോകുന്നത് ജമാഅത്ത് പള്ളിന്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ യാത്രയെ പറ്റി ചെറിയ രീതിയിലൊരു പ്രാർത്ഥന. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വിനോദയാത്രയിൽ പോകുന്ന സ്ഥലങ്ങൾ വീഡിയോയിൽ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോകും. നമ്മൾ ആദ്യം ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂരിലോട്ടാണ് ആദ്യം പോകുന്നത്. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ സഭാന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുതിയ വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് സഭ വന്നിട്ടുണ്ട്. പിന്നെ ഇസാഖും കൂടെ കൂട്ടുപിടിച്ചുള്ള ഡാൻസ് ആണ് അങ്ങോട്ട്. ഇസാഖും സഭായും കോംബോ ആയിരുന്നു. വണ്ടി നേരെ കലവൂര് പമ്പ്. വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടില്ല, എണ്ണ അടിക്കണം, ഡീസൽ അടിക്കണം. ഫുൾ ടാങ്ക് ഡീസൽ അങ്ങോട്ട് അടിച്ചേക്കുക. ഡീസൽ അടിച്ചു കഴിഞ്ഞപ്പോ സബാനെയും അൻഷാനെയും വരുന്നു ഡാൻസ് കളിച്ച്. ക്യാമറ ഓൺ ആക്കുന്ന കണ്ടപ്പോ അപ്പൊ തന്നെ ഡാൻസ് കളിക്കാതെ. പിന്നെ നമ്മുടെ വണ്ടിനകത്ത് പിന്നെ പറയണ്ട, തുള്ളലോട് തുള്ളല്. സബാന്റെ മുമ്പിൽ ഡാൻസ് കളിച്ച് പിടിച്ചിരിക്കാൻ ആർക്കും ഇതുവരെ സ്റ്റാൻഡേർക്ക് ആർക്കും പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. വീഡിയോസ് സ്പീഡിൽ കാണിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീഡിയോ കൂടുതൽ ലെങ്ത് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത്. എനിക്ക് തൊണ്ട പഴുത്തിരിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം എനിക്ക് ഒട്ടും വയ്യ. ഓൺ വോയിസ് ചെയ്യാന്നാ വിചാരിച്ചത്. പിന്നെ അത് വിട്ടേച്ചു. അങ്ങനെ ഡാൻസ് കളിക്കാതിരുന്ന ഞാസിമും അങ്ങനെ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാസിമും ഇസാഖിന്റെയും ഷോയാണ്. പിന്നെ അങ്ങനെ ഇസാഖിനെ തോപ്പിച്ചുകൊണ്ട് ഞാസിമിനെ വിജയിച്ചു. ഏകദേശം നമ്മുടെ യാത്ര എറണാകുളം ലുലു മാളിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇനിയും കിടക്കുന്നു ഒരുപാട് ദൂരങ്ങൾ. വണ്ടി ഓടിക്കുന്നത് അച്ചു, ഓട്ടോറിക്ഷ മെമ്പറും കൂടെയാണ് നമ്മുടെ സ്റ്റാൻഡിൽ. അച്ചുവിന് സപ്പോർട്ടായിട്ട് നൗഷയാണ് വണ്ടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. തുള്ളാതിരുന്ന ആൾക്കാരും പയ്യെ തുള്ളി വരുന്നുണ്ട്. വണ്ടി ഇപ്പൊ നേരെ തൃശ്ശൂരായിട്ടുണ്ട്. ഒന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ച് എല്ലാവരും ഇറങ്ങി. ഓരോ ആൾക്കാർ ഓരോന്നാ പറഞ്ഞത്. കട്ടൻ ചായ, കട്ടൻ കാപ്പി. അങ്ങനെ ആ കേറിയ കടയിൽ തന്നെ ചൂട് പുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ പുട്ടും ഇറച്ചിക്കറിയൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് കഴിച്ച എല്ലാവരും കൂടെ. പിന്നെ ഓംപ്ലേറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് കഴിച്ച് റാഹത്തായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞുള്ള യാത്രയിൽ കണ്ണൂർ നല്ല പവറിലാണ് നിന്നത്. ബാക്കിയുള്ള ആൾക്കാർ ഇച്ചിരി ഡൗൺ ആയി. എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നതാണ് കണ്ണൂരിന്ന്. നല്ല ആക്റ്റീവ് ആയിരുന്നു കണ്ണൂർ. നമ്മുടെ സുമോദ് അണ്ണന്റെ അടുത്ത് നിന്നാണ് കളിക്കുന്നത്. പക്ഷെ സുമോദ് അണ്ണൻ ഒന്നും അറിയുന്നില്ല. നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഫ്രണ്ടിൽ ഇരുന്ന്. ഏകദേശം എല്ലാവരും ക്ഷീണിച്ച് എല്ലാവരും ഉറങ്ങിയൊക്കെ പോയി. ഞാനും ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോ അതിരപ്പള്ളി. പിന്നെ നമ്മുടെ മെമ്പർമാരെല്ലാം ആ കാഴ്ചയും കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. പിന്നെ ഞാനും കുക്കും കൂടെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന വാഴച്ചാലിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ആ റൂട്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഇതേപോലത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. പോകുന്ന വഴി തന്നെ നല്ലൊരു പോയിന്റ് കണ്ടുകൊണ്ട് അവിടെ നിർത്തി. പിന്നെ അവിടെയും ഇറങ്ങിയ ആൾക്കാരെല്ലാം ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും അങ്ങനെയൊക്കെ തന്നെ. നല്ലൊരു പ്ലേസ് ആയിരുന്നു അത്. എപ്പോഴും ഓട്ടോറിക്ഷ മാത്രം ഓടിയാൽ മാത്രം പോകും. ഇതേപോലെ സ്റ്റാൻഡിൽ നിന്നുള്ള വിനോദയാത്ര അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഇത്. അങ്ങനെ നമ്മൾ നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പൊ 6:30 രാവിലെ തന്നെയാണ്ട് ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാൻ പറ്റും ഈ റൂട്ടിൽ. അടിപൊളി ഒരു പാലമായിരുന്നു ഇത് കേട്ടോ. ഈ പാലം കയറി ഉടഞ്ഞ തന്നെ കാടിന്റെ അകത്തോടുള്ള യാത്രയാണ് നമ്മൾ തുടർന്ന് പോകുന്നത്. പോകുന്ന വഴി തന്നെ കാടിന്റെ അകത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഏത് സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് അറിയത്തില്ല. വഴിയാണെങ്കിൽ ഒരു വണ്ടി പോകുന്ന രീതിയിലുള്ള വഴിയാണ്, ചെറിയ വഴിയാണ് കേട്ടോ. അത്രയും നേരം വണ്ടിയിൽ കിടന്നുറങ്ങിയിരുന്ന അച്ചായൻ അങ്ങനെ കാട്ടിലോട്ട് കയറിയപ്പോൾ അച്ചായൻ ഫോമിലായി. പിന്നെ അച്ചായന്റെ തുള്ളലോട് തുള്ളൽ തന്നെയായിരുന്നു. ഇതുപോലെ മയിലുകൾ അങ്ങനെ ഒരുപാട് പക്ഷികളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ യാത്രയിൽ. ഏകദേശം ആദ്യത്തെ റൂം എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലം ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പ്ലേസ് ആയിരുന്നു. എത്തിയോടെ ഞാൻ ആൻസം വെള്ളം കുടിക്കുന്നു, മുഖം കഴുകുന്നു. ചുറ്റും തേയിലത്തോട്ടം. അതിന്റെ സെന്ററിലായിട്ടാണ് നമുക്കൊരു വീട് കിട്ടിയത്. കുഞ്ഞു വീടാ കേട്ടോ, പക്ഷെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഫ്രഷ് ആകാനൊക്കെ ബാത്റൂമിൽ കയറി പല്ലിയേക്കണ്ട ഒരു പല്ലി വെച്ചു. ഓരോ ആൾക്കാരെ ഓരോരോ റൂമുകൾ പിടിക്കുന്നു. നൗഷ് ചായ കുടിച്ചിട്ട് വരുന്നു. ചെറിയൊരു കടയും കൂടി ഉണ്ട് അവിടെ. പിന്നെ അവിടുന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചെറിയൊരു അതിർത്തി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വരുന്ന വഴി തന്നെ നമുക്ക് സ്ലിപ്പ് കിട്ടിയായിരുന്നു. അപ്പോഴേക്ക് തന്നെ സഭ ഒന്ന് കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ പോകുന്ന ഷോളയാർ ഡാമിലോട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഡാം ഇത്രയും അടുത്ത് കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചാൽ നമ്മുടെ സ്റ്റാൻഡിലെ മെമ്പർമാരെല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ് ഫോട്ടോ. ചെന്നം പിന്നും ഫോട്ടോ. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള യാത്രയാണ് കേട്ടോ. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാൻ തന്നെ ഉണ്ട് അവിടെ.
ഇവന്മാരെ പോലെ കുട്ടിക്കുരങ്ങന്മാരെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ. വണ്ടി നിർത്തി ഇറങ്ങിയാൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഇവന്മാർ. അങ്ങനെ രാവിലത്തെ ഫുഡ് 2 പിള്ളേർ സെറ്റ് നടത്തുന്ന കടയാണ് കേട്ടോ. അതൊരു ക്ലബ്ബും കൂടിയാണ് കേട്ടോ. അവന്മാരാണെങ്കിൽ ഫുട്ബോൾ കളിക്കാരുമാണ്. നല്ല ഒരുപാട് ട്രോഫിയും കാര്യങ്ങളൊക്കെ ആ ക്ലബ്ബിൽ ഇരിക്കുന്നുണ്ട്. അതായത് കടയും കൂടെയാണ് അത്. അത് കഴിഞ്ഞ് യാത്ര തുടങ്ങിയ സ്ഥലം ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല. ഇവിടെ നമ്മൾ സമയം ഒരുപാട് സ്പെൻഡ് ചെയ്ത് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ് ഒഴുകി വരുന്നത്. ഈ വെള്ളത്തിൽ കളിക്കുന്ന ഞാനില്ലേ. അതുമാത്രമല്ല ഒരുപാട് മീനും ഉണ്ട്. കുറച്ചുപേര് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്ത്. വീഡിയോ ആയിട്ട് ഞാൻ എടുത്തില്ല. അത് ഒരുപാട് വീഡിയോ ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് സീനുകൾ ഞാൻ കട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞൊരു ചെറിയൊരു ടൗണിലോട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. അവിടുന്ന് ആവശ്യമുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ചു. കുറച്ചുപേര് പാഴ്സലും മേടിച്ചു. ആ കൂട്ടത്തിൽ ഞാനും പാഴ്സൽ തന്നെ. അത് കഴിഞ്ഞ് വണ്ടി കയറിയപ്പോഴാണ് എന്നെ ഞെട്ടിച്ചത്. കാലി മൊത്തം ചോര. ഞാൻ പുറകിലെ സീറ്റിലായിരുന്നത്. അവിടെ മൊത്തം ചോരയായി. ചോര കുടിക്കുന്ന അട്ട കാലി പറ്റിപ്പിടിച്ചിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ കണ്ണൂര് കുറച്ച് വിക്സ് കഴിച്ചപ്പോ തന്നെ അത് ചാടിപ്പോയി. അപ്പോഴേക്കും കാലിൽ ഒരുപാട് ചോരയായി. തിരിച്ച് നമ്മുടെ റൂമിലോട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂര്യ അസ്തമയം നമ്മൾ കണ്ടിട്ടുണ്ട് ബീച്ചിൽ. മലപ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ റൂമിലെത്തി. ഞാൻ എന്റെ പാഴ്സലൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ വൈഫൈ ഉണ്ടായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലോട്ട് എല്ലാവരും വിളിക്കുവാണ് കേട്ടോ. വേറെ ആർക്കും റേഞ്ച് ഇല്ല. ഇവിടെ മാത്രമേ റേഞ്ച് ഉള്ളൂ. രാത്രിത്തെ ഭക്ഷണം തൊട്ടടുത്ത് തന്നെ കടയുണ്ടായിരുന്നു. അവിടുന്ന് അത്യാവശ്യം സാധനമെല്ലാം മേടിച്ചു. എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് ഉച്ചക്കത്തെ ഭക്ഷണം രാത്രി ആയപ്പോഴാണ് ഞാൻ കഴിച്ചത്. കാലാവസ്ഥ നല്ല തണുപ്പായതുകൊണ്ട് ഷൈജു തീ കത്തിക്കുവാണ് വീടിന്റെ പുറകിൽ നിന്ന്. പിന്നെ പറയണ്ട, അവിടെ കിടന്ന് സെലിമോൻ, അച്ചായൻ, നാസിം, ഇസ്ഹാഖ്, തൗഫീഖ് എല്ലാരും കൂടി നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ എല്ലാരും കിടക്കാനുള്ള സെറ്റപ്പിലാണ്. ഇനി അടുത്ത ദിവസം രാവിലെ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന്. രാത്രി പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. പുലിശല്യം കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ. വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സുമോദണ്ണൻ ഏതൊക്കെ അമ്പലങ്ങളുണ്ടോ അവിടെ എല്ലാം വണ്ടി നിർത്തി അമ്പലങ്ങളിൽ കയറിയാണ്. എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല, ഈ പ്രാവശ്യം അണ്ണന് വേറെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ അണ്ണൻ ശരിക്കും വിഷമിച്ചു പോയായിരുന്നു യാത്രയിൽ. തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് തന്നെ സഭ വെള്ളം മേടിച്ച് വണ്ടിയിലോട്ട് കയറുവാണ് കേട്ടോ. വരുന്ന വഴി തന്നെ വേറൊരു കാഴ്ചകളുണ്ട്. കാട്ടുപോത്ത്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല സൈസാണ് കേട്ടോ. നേരെ വാൽപ്പാറ ടൗണിൽ പോയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. നല്ലൊരു ഭക്ഷണമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിയത് 40 എയർപിൻ ഇറക്കമായിരുന്നു. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള വഴിയും കൂടെയാണ് കേട്ടോ. കാട്ടിക്കോട്ടുള്ള യാത്രയാണ്. പുലി, കടുവ, കുരങ്ങ് അങ്ങനെ ചില്ലറ പറയുന്ന എല്ലാം ഒരുമാതിരിപ്പെട്ട ഒരുപാട് ജീവികളെ ഞങ്ങൾ കണ്ടാണ് യാത്ര പോകുന്നത്. അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഈ പോയിന്റിന്റെ പേരെന്തോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കുറച്ചുപേർ അവിടെ ഇരുന്നുകൊണ്ട് ഫോട്ടോ ചനം പിന്നെ എടുത്ത് കളിച്ചു. ഏകദേശം 31ാമത്തെ എയർപിന്നെ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഇറങ്ങാനുണ്ട്. താഴെ ഇറക്കമാണെങ്കിൽ നല്ല കുത്തനെയുള്ള ഇറക്കവുമാണ്. പിന്നെ അതുമാത്രമല്ല നല്ല വളവും തിരിവുള്ള റൂട്ടും കൂടെയാണ് കേട്ടോ ഇത്. ഒരുപാട് വെറൈറ്റി പക്ഷികളെയൊക്കെ കാണാം. ഇതേപോലെ കുരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും യാത്ര. അങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെല്ലാം എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. നമ്മുടെ വണ്ടീന്റെ ബ്രേക്ക് ഒന്നും പൂർണ്ണമായിട്ടും കിട്ടാത്ത രീതിയിലായി. എല്ലാവരും ഒന്ന് കിടുങ്ങിപ്പോയി ആ സമയത്ത്. നമുക്ക് വണ്ടിക്ക് പണി കിട്ടിയിരിക്കുകയാണ്. വണ്ടീന്റെ ബ്രേക്ക് പോയി, പൂർണ്ണമായിട്ടും പോയി. തുറന്നടാ. അങ്ങനെ പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തു. വണ്ടി ഒതുക്കി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അച്ചു കൈകാര്യം ചെയ്തത്. കറക്റ്റ് കാടിന്റെ നടുക്ക്. ഇവിടെയാണെങ്കിലും റേഞ്ചും ഇല്ല. ഏകദേശം വണ്ടി കുറച്ചു നേരം ഒതുക്കി ഇട്ടപ്പോൾ തന്നെ വണ്ടിക്ക് അത്യാവശ്യം ബ്രേക്ക് കിട്ടി. ഇനി ഇതുപോലത്തെ കുട്ടിക്കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമായിരുന്നു അവിടെ. ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് കമന്റ് ആയിട്ട്. ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. വെള്ളമുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് നിർത്തണം. വെള്ളം തപ്പി പോകണം. ഇനി ഇതാണ് കുഴപ്പം, കുരങ്ങന്മാർ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരും നമ്മൾ. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കാടിന്റെ നടുക്കൂടെയാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ കൊക്കയാണ്. വണ്ടിക്ക് അധികം ബ്രേക്ക് സെറ്റായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഏകദേശം നമ്മൾ വെള്ളം വരുന്ന സ്ഥലം കണ്ടെത്തി കേട്ടോ. ഒരു നല്ലൊരു മലേന്റെ പൊക്കത്തുനിന്ന് വെള്ളം ചെറിയ രീതിയിൽ വരുന്നുണ്ടായിരുന്നു. വെള്ളം എടുക്കുന്നത് എന്തിനാണെന്നറിയാവോ? വണ്ടീന്റെ 4 വീലിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് എല്ലാം റെഡിയായി കേട്ടോ. ട്രാവലറിനെല്ലാം കോമൺ ആയിട്ട് ഈ പ്രശ്നം വരാറുള്ളതാണ് കേട്ടോ ഇറക്കം ഇറങ്ങുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ആളിയാർ ഡാമിലോട്ട് എത്തിയിട്ടുണ്ട്. ഡാമിൽ കയറിയില്ല. അടുത്തുള്ളതിന് വേറൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ. 0 പോയിന്റ് ചെക്ക് ഡാമാണിത്. ഏകദേശം ഇപ്പം നമ്മൾ നിൽക്കുന്നത് പൊള്ളാച്ചിയിലാണ് നിൽക്കുന്നത്. ഒരു അടിപൊളി ഒരു പ്ലേസിലോട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമയിലൊക്കെ ഷൂട്ടിംഗ് നടന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ ഓട്ടോറിക്ഷ മെമ്പർമാരെല്ലാം ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. എല്ലാവരും നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓടുന്നു, ചാടുന്നു. അടിപൊളി ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ സുമോദ് അണ്ണന്റെ വക എല്ലാവർക്കും കരിക്ക്.
ഒന്ന് കെട്ടി കൊടുക്കാം. പൊളിച്ചോ? മേടിച്ചോ മേടിച്ചോ. ഏകദേശം അപ്പം തന്നെ 2 മണി കഴിഞ്ഞ് ഇനി പോകുന്ന വഴി എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങണം. ടാറ്റ കാണിച്ചാ ടാറ്റ കാണിച്ചാള് ആൻസ ടാറ്റ കാണിച്ചേ. കണ്ണൂര് ടാറ്റ കാണിച്ചേ. കുക്കു ടാറ്റ കാണിച്ചേ. എടുക്കുന്നുണ്ട് സതീശനാ തക്കീരാ കണ്ണൂരാ അതാവേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്ക് തന്നെ. ഏകദേശം 10-12 കിലോമീറ്ററോളം ഫുള്ളും തേങ്ങാത്തോട്ടം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം 4 മണിയായിട്ടുണ്ട്. സ്കൂളൊക്കെ വിട്ടിട്ടുണ്ട്, പിള്ളേരൊക്കെ പോകുന്നുണ്ട്. നമ്മൾ അടുത്തായിട്ട് ഓടിക്കയറുന്ന ആനമലൈ ടൈഗർ റിസോർട്ടിലോട്ടാണ് കയറുന്നത്. ഇപ്പോഴും നമ്മൾ കറക്റ്റ് തമിഴ്നാട് ബോർഡറിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് കാടാണ് ഇത് കേട്ടോ. നമ്മുടെ ഈ ടൂറിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ കാട്ടിൽ കൂടെയുള്ള യാത്രയാണ്. ഇപ്പോഴത്തെ അടുത്ത കാട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മൃഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതേ ഒരു മയില്. മൃഗങ്ങളുടെ ഒന്നും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. വണ്ടി കണ്ടിന്യൂ ആയിട്ട് ഓടിപ്പോവുകയാണ്. വണ്ടി എവിടെ നിർത്താൻ പറ്റത്തില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം. തമിഴ്നാട് ഫോറസ്റ്റ് കഴിഞ്ഞ് ഇപ്പം അടുത്ത കേരള ഫോറസ്റ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇതേ മയിലൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ. അങ്ങനെ കേരള ഫോറസ്റ്റ് ഞങ്ങൾ ഇച്ചിരി പെട്ടുപോയി. ഏകദേശം അരമണിക്കൂർ മേലെ പെട്ടുപോയി. നമ്മുടെ റൂട്ടിൽ തന്നെ ആന വന്ന് തടസ്സം വന്ന് നിൽക്കുവാണ്. പിന്നെ എല്ലാ വണ്ടിയും ബ്ലോക്കായി. ആന പോയിട്ട് വേണം നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാൻ. നമുക്കാണെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനും പാടില്ല. അതാണ് റൂൾസ്. അങ്ങനെ ആനക്കൂട്ടം പോയതിനു ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോഴത്തേനെ ഇങ്ങനെ കുട്ടിക്കുരങ്ങന്മാരെ കാണാം. വെറൈറ്റി കുട്ടിക്കുരങ്ങന്മാർ. കാട്ടിക്കൂടുള്ള യാത്ര ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്റെ. നമ്മൾ നേരെ പോകുന്ന കാന്തല്ലൂരിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കൻ കടയിലോട്ടാണ് ചെല്ലുന്നത്. നമുക്ക് കറി വെക്കാനാണ് രാത്രിത്തെ. പിന്നെ ഗ്രില്ലൊക്കെ ചെയ്യണം. ബാക്കിയുള്ളവർ അടുത്തുള്ള കടയിൽ പോയി ലഘു ഭക്ഷണം കഴിച്ചു. റൂം ഈ ടൗണിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നേരെ ഇനി നമ്മുടെ റൂമിലോട്ട്. റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു കൊട്ടാരം തന്നെയായിരുന്നു അത്. രാത്രിയാകുമ്പോൾ നമ്മുടെ വണ്ടീന്റെ ലുക്ക് വേറൊരു രീതിയിലാവും. വണ്ടിയിൽ നിന്ന് ഓരോ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് സാധനങ്ങളൊക്കെ ആയിട്ട്. ഇനി നമ്മുടെ കൊട്ടാരത്തിന്റെ അകംഭാഗം എല്ലാം കാണിക്കാം. നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു വലിയൊരു കൊട്ടാരം തന്നെയായിരുന്നു കേട്ടോ അത്. ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിക്കാം, ഒന്ന് ഓടിച്ച്. ഇതിപ്പോ നമ്മൾ ഇപ്പൊ അടുക്കളയിലാണ് വന്നത്. ഓരോ ആൾക്കാർ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഓരോ ആൾക്കാർ റൂമൊക്കെ തപ്പി പിടിക്കുന്നുണ്ട്. ഓരോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന റൂമുകളാണ് ഓരോ ആൾക്കാർ എടുക്കുന്നത്. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് റൂമുകളും ഉണ്ട്. അതേപോലെ അടുക്കളയിൽ സഹീർ ഇറച്ചിക്കറി വെക്കാനും ഗ്രില്ല് ചെയ്യാനുള്ള ഇറച്ചിയെല്ലാം കഴുകി നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി എടുക്കുവാണ്. ഇറച്ചിക്കറി വെക്കാനുള്ളത് നിഷാദും കണ്ണൂരും കൂടിയാണ് സവാള അരിഞ്ഞു മൊത്തം വൃത്തിയാക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മളെടുത്ത കൊട്ടാരത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് അത് നമ്മളെടുത്ത ആ കൊട്ടാരത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം. മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആദ്യത്തെ റൂം എന്ന് പറഞ്ഞാൽ നാസിമിന്റെ റൂമാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോൾ സിറ്റ് ഔട്ടാണ്. നല്ല വീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെ കേട്ടോ. അടിപൊളി. മേളിൽ നിന്ന് താഴോട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. നമ്മുടെ സുമോദ് അണ്ണനും സബായും നാസിമും കൂടെ സവാള അരിയാൻ വേണ്ടിയൊക്കെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാലക്കൂട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് സഹീർ. നമ്മൾ ഈ സ്റ്റേ ചെയ്തിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് കാന്തല്ലൂർ വൈറ്റ് ഹൗസ് ആണ് കേട്ടോ. എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു അവിടെ. ഒരു കുഴ കുഴച്ചോ. അത്രയും എല്ലാം കൂടെ ഉണ്ടോ കുഴച്ച? ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്റെ പൊന്ന്. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ബാക്കിയുള്ളവരെല്ലാവരും സിനിമ കാണുവാണ്. അന്നത്തെ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉണ്ടായിട്ട് പിന്നെ കളി കാണുവാണ്. പിന്നെ എല്ലാവരും അന്നത്തെ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു 0-1. നേരെ ഇനി വീടിന്റെ പുറകുവശം അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള കനല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നാസിമാണ് കൈകാര്യം ചെയ്യുന്നത് കനലിന്റെ പരിപാടി. ചിക്കൻ കറി സെറ്റ് ചെയ്യുന്നത് കണ്ണൂരും സഹീറും കൂടെയാണ് സെറ്റ് ചെയ്യുന്നത്. അവർ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അവർ നല്ല കൈപ്പുണ്യമുള്ള ആൾക്കാർ രണ്ടുപേരും. പുറത്തെ ശബ്ദം എന്താണെന്ന് നോക്കിയതാണ് ഞാൻ അപ്പൊ കണ്ടത് കാഴ്ച. എല്ലാ കൊച്ചു പിള്ളേരും വെള്ളത്തിൽ കളിക്കുന്നു. അല്ലാതെ പൊങ്ങി കിടക്കുന്നല്ലോ. നമ്മുടെ ചിക്കൻ കറി ഏകദേശം അവിടെ ആയി കഴിഞ്ഞു കേട്ടോ. Okay. Wow, the political power. മറ്റേത് ഒറ്റ സെറ്റിലല്ലേ ഇത്.
അവരെ കൊതിപ്പിക്കില്ലേ അങ്ങനെ ഏകദേശം ഗ്രില്ലിങ്ങിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി എല്ലാവരും കഴിക്കാൻ വിളിക്കുകയാണ്. അതാണ് ചടങ്ങ് നമ്മുടെ. എനിക്കും കിട്ടിയൊരു വലിയൊരു പീസ് മറ്റേ ഗുഡെന്ന് കാണിക്കും. ഭക്ഷണം നമ്മൾ വിചാരിച്ചെങ്കാട്ടി കൂടുതലുണ്ടായിരുന്നു. ഇറച്ചി കറി ആകട്ടെ ഗ്രില്ല് ചെയ്താകട്ടെ എല്ലാവർക്കും ലാവിഷ് ഉണ്ടായിരുന്നു ഭക്ഷണം. പിന്നെ ഗ്രില്ല് ചെയ്താകട്ടെ കറിയാകട്ടെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എല്ലാവരും മാറിയും തിരിഞ്ഞ് കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ക്യാരം ബോർഡിന്റെ പുറകെ ആയിരുന്നു. എല്ലാവരും കളിയോട് കളി തന്നെയായിരുന്നു. കുറച്ച് സമയം അങ്ങനെ തള്ളി നീക്കി അവിടെ ക്യാരം ബോർഡ് കളിച്ചു. സെലിമോൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. സക്കീർ സാധനം മേടിച്ചതിന്റെ ലിസ്റ്റൊക്കെ എഴുതി വെക്കുന്നു. കണ്ണൂര് സെറ്റി കിടന്നുറങ്ങുന്നു. അങ്ങനെ എല്ലാവർക്കും ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനും പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം മൂന്നാർ ടൗണിലോട്ടൊക്കെ കയറേണ്ടതാണ്. അങ്ങനെ രാവിലെ ആയി കേട്ടോ. ഓരോ ആൾക്കാരും പോയി ചായ കുടിച്ചോണ്ടിരിക്കുക. കുറച്ച് ദൂരം മാറി ഒരു കടയുണ്ട്, അവിടെ ചായയും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ കിട്ടും. രാവിലെ ആയപ്പോഴേ നമ്മുടെ വീടിന്റെ വ്യൂ കാണുന്ന കറക്റ്റ് പറഞ്ഞത്. അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അത് തൊട്ടു പുറകെ തന്നെ ഒരു വലിയൊരു മല തന്നെയാ കേട്ടോ, ചുറ്റോട് ചുറ്റും. നേരെ രാവിലെ തന്നെ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട്. രാവിലെ ആയോണ്ടാ ചുറ്റിക്കൊണ്ടടാ 2 3 4 എനിക്ക് നീന്താ അറിയത്തില്ല. അത് കഴിഞ്ഞ് ടൂറിന്റെ ചെലവ് കഴിഞ്ഞുള്ള എല്ലാ പൈസയും എല്ലാ മെമ്പർമാർക്കും കറക്റ്റായിട്ട് ഈക്വലായിട്ട് വീതിച്ച് കൊടുക്കുവാണ് സഹീർ. അത് വലിയ ഉപകാരമായി. ഇനി നമ്മൾ പോകാൻ പോകുന്ന മൂന്നാർ ടൗണിലോട്ടാ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വീട്ടിലോട്ടൊക്കെ മേടിക്കാമല്ലോ. ഓരോ ആൾക്കാരും ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് ഞങ്ങൾ. എല്ലാ വർഷത്തെയും പോലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുക്കാറുണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നേരെ മൂന്നാർ ടൗണിലോട്ടാണ് പോകുന്നത്. ഇന്നത്തേക്ക് 3ാമത്തെ ദിവസമായി നമ്മൾ ഇറങ്ങിയിട്ട്. എവിടെ നോക്കിയാലും ഇതേപോലുള്ള കുട്ടിക്കുരങ്ങന്മാരൊക്കെ കാണും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചന്ദനക്കാടിന്റെ ഇടക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നമ്മുടെ വീഡിയോ ചുരുക്കി ചെയ്യാവോ അത്രത്തോളം ചുരുക്കിയാണ് ചെയ്യുന്നത് ഞാൻ കേട്ടോ. നമ്മൾ അടുത്തെത്തിയിരിക്കുന്ന ഇരവികുളം നാഷണൽ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. ലക്കം വാട്ടർഫാൾസ്. ഇതും ഒരു നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ, വരുന്ന വഴി തന്നെ. ഇവിടെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ഇവിടെ ഇറങ്ങി. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. വെള്ളത്തിന്റെ അടിയിലുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. ഞാൻ, സബ, ഇസ്ഹാഖ്, തൗഫീഖ് എല്ലാവരും വെള്ളത്തിന്റെ അടിയിൽ തന്നെയായിരുന്നു. ഒരുപാട് ആഴങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ യാത്ര മൂന്നാർ ടൗൺ ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. ഈ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ, അതറിയാം. തിരിച്ചുള്ള യാത്രയിലാണ് നമ്മുടെ സഭ നാടൻ പാട്ട് പാടി നമ്മുടെ ഓട്ടോക്കാരെ എല്ലാം കയ്യിലെടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് സഭ പാട്ടുപാടി എല്ലാവരും വലിപ്പിക്കുന്നത്, എല്ലാവരും എൻജോയ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു പ്ലേസ് കണ്ടപ്പോൾ അവിടെ എല്ലാവരും ഇറങ്ങിയായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഓളിയും വെച്ചു പാട്ടിൻ്റെ. നല്ല ബോക്സ് വർക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ വണ്ടീൻ്റെ. പിന്നെ അവിടെ കിടന്ന് നമ്മുടെ പിള്ളേരെല്ലാം ഡാൻസ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് ഒതുക്കിയായിരുന്നു. അവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ എല്ലാവരും ഇറങ്ങി. ഓരോ ആൾക്കാർ ഓരോ ലഘു ഭക്ഷണങ്ങൾ പറയുമായിരുന്നു. ഞാനാണെങ്കിൽ മാഗിയും പറഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളെല്ലാ ഡ്രൈവർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. അത് എവിടെ പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഓരോ ആൾക്കാർ ഓരോ ഗ്യാങ് ആയിട്ട് ചേർന്ന് നിന്ന് സാധനം മേടിക്കാൻ പോവാണ് വീട്ടിലോട്ടുള്ള. ചോക്ലേറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ സൈഡിലോട്ടാണ് സാധനങ്ങൾ മേടിക്കാൻ പോയത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ വണ്ടിയിലോട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴ ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എല്ലാ മെമ്പർമാരും ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇസാഖ്, സക്കീർ, അൻഷാദ് എല്ലാവരും നല്ല ഉറക്കത്തില്ല. എല്ലാവരും നല്ല ടയർഡായി പോയി. അപ്പോഴാണ് നമ്മുടെ വണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉഷാറായി. അപ്പം തന്നെ നല്ലൊരു തണുപ്പ് തന്നെയായിരുന്നു. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ. ഞങ്ങൾ അവിടെ വണ്ടി ഒതുക്കിയതല്ല, ഒതുക്കേണ്ട വന്നവിടെ. കറക്റ്റ് വഴി കാണാൻ പറ്റുന്നില്ല, അത്രയും മാത്രം കോടയായി പോയി. പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് നേരം. നമ്മളെ വണ്ടി മൂന്നാറിൽ നിന്ന് കോട്ടയം
ചങ്ങനാശ്ശേരി ക്യാപ് റൂട്ട് കയറിയാണ് വരുന്നത്. അടിപൊളി പ്ലേസ് റൂട്ടാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് വണ്ടി ഒരുപാട് ഓടിയതിന് ശേഷം കാട്ടിക്കോട് ഓടിയതിനു ശേഷം ഒരു ചെറിയൊരു കട കണ്ടായിരുന്നു. അടിപൊളി ഭക്ഷണമായിരുന്നു അവിടുത്തെ. വൈകുന്നേരത്തെ ചായയും കടിയും അവിടെ കൂടി. നല്ല ചൂട് ബജ്ജി ആയതുകൊണ്ട് എല്ലാവരും 1-2 വെച്ച് മേടിക്കുന്നുണ്ട് എക്സ്ട്രാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഭക്ഷണത്തിന്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ കയറാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര വീണ്ടും പോയിക്കൊണ്ട്. പിന്നെ നമ്മുടെ ട്രാവലറിൽ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ, അത് നല്ലൊരു ആശ്വാസം. അങ്ങനെ സിനിമയും കാണാമെന്ന് വിചാരിച്ചു. വാഴ വരുന്ന വഴി തന്നെ ഒരു KSRTC ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൻ അപകടം തന്നെ അവിടെ ഉണ്ടായത്. വാഴ സിനിമ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, പറയാതിരിക്കാൻ വല്ലോ. അടിപൊളി ഒരു പടം തന്നെയായിരുന്നു അത്, സൂപ്പർ. ഏകദേശം ചങ്ങനാശ്ശേരി റൂട്ടായപ്പോൾ നമ്മുടെ ആ പിള്ളേരെല്ലാം വീണ്ടും ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഇറങ്ങേണ്ട ആൾക്കാരെ ഇറക്കി വരുവാണ് കേട്ടോ. ഇതാന്നും പറഞ്ഞ നമ്മുടെ 4 ദിവസം പോയത്. ഇനി ഈ വൈബ് കിട്ടണമെങ്കിൽ അടുത്ത വർഷം ആകണം. ഇതേപോലത്തെ സ്റ്റാൻഡിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ് അടുത്ത വീഡിയോയിലൂടെ കേട്ടോ. പോട്ടെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.